ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നാഷണൽ ഹൈ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട് 26/3/2025 ഇതിൻ്റെ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 24/2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 24/4/2025. സോ ഇത് ഒരു കോൺട്രാക്ട് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്, അല്ലാതെ ഇത് പെർമനൻറ്റ് ജോബ് അല്ല, ഇത് കോൺട്രാക്ട് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത് ഓർത്തിരിക്കാം. ഇതിൻ്റെ സെക്ഷൻ എയിലെ കോൺട്രാക്ച്വൽ ബേസിസിലാണ് ഈ ജോബ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ എക്സിക്യൂട്ടീവ് കാറ്റഗറി പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 31/3/2025 കണക്കാക്കി 20 അല്ലെങ്കിൽ 35 വയസ്സിനുള്ളിൽ ഉള്ളവരായിരിക്കണം. അതോടൊപ്പം തന്നെ 1990 അതിനുശേഷം 2005 ജനിച്ചവരായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഈ ഏജ് ലിമിറ്റിനകത്തുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ഇനി ഇതിൻ്റെ സെക്ഷൻ എയിലെ ക്വാളിഫിക്കേഷനും പോസ്റ്റും സാലറീസും ഒക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ ടെക്നിക്കൽ മാനേജർ സിവിൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 40,000 1,40,000 വരെ സാലറി അപ് ടു പോകുന്നുണ്ട്. എസ് സിക്ക് ഇവിടെ 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എസ് ടിക്ക് 1 വേക്കൻസി, OBC 10 വേക്കൻസി, EWSന് 5 വേക്കൻസി, ജനറൽ കാറ്റഗറിക്ക് 16 വേക്കൻസി, ടോട്ടൽ 35 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BA അല്ലെങ്കിൽ BTech ഉണ്ടായിരിക്കണം സിവിൽ എഞ്ചിനീയറിംഗിൽ. അതോടൊപ്പം തന്നെ 2 വർഷം എക്സ്പീരിയൻസ് വേണം, റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയപ്പെടുന്നത്. അല്ലാതെ തന്നെ ഇതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഡിക്കൽ എല്ലാം ഇതിന് ആവശ്യമുണ്ടെന്ന് ഇവിടെ പറയപ്പെടുന്നുണ്ട്. ഈ രണ്ടാമത്തെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ ടെക്നിക്കൽ മാനേജറാണ്, അതും ഇലക്ട്രിക്കലിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 40,000 സ്റ്റാർട്ടിങ്, 1,40,000 വരെ പോകുന്നുണ്ട്. അതോടൊപ്പം എസ് സിക്ക് 3 വേക്കൻസി, STക്ക് 2 വേക്കൻസി, OBCക്ക് 5 വേക്കൻസി, EWSന് 2 വേക്കൻസി, ജനറൽ കാറ്റഗറിക്ക് 5 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 17 വേക്കൻസി. ഓക്കെ, ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BA BTech ആയിരിക്കണം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതോടൊപ്പം തന്നെ 2 വർഷം എക്സ്പീരിയൻസ് വേണമെന്നും പറയപ്പെടുന്നു. നെക്സ്റ്റ് ജൂനിയർ ടെക്നിക്കൽ മാനേജർ SNT എന്ന് പറയുന്ന പോസ്റ്റാണ്. സെയിം സാലറി തന്നെയാണ് അവിടെയും പറയപ്പെടുന്നത്. അതുപോലെ തന്നെ SCക്ക് 0 വേക്കൻസിയാണ്, STക്കും വേക്കൻസി ഇല്ല. അതോടൊപ്പം തന്നെ OBCക്ക് 1 വേക്കൻസിയും അതുപോലെ ജനറൽ കാറ്റഗറിക്ക് 2 വേക്കൻസി, അങ്ങനെ 3 വേക്കൻസിയാണ് ടോട്ടലായിട്ടുള്ളത്. അതും ഇലക്ട്രിക്കൽ ആൻഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ വേണം, BA BTech ഉണ്ടായിരിക്കണം. ആ റെലവൻറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നും ഇവർ പറയപ്പെടുന്നത്, അതായത് 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നും പറയപ്പെടുന്നു. അതുപോലെ നാലാമത്തെയാണ് ജൂനിയർ ടെക്നിക്കൽ മാനേജർ, അതും സെയിം സാലറി. അതിൽ OBCക്കും ജനറൽ കാറ്റഗറിക്കുമാണ് വിളിച്ചിരിക്കുന്നത് 4 ടോട്ടൽ വേക്കൻസി. BA BTech ഉണ്ടായിരിക്കാം, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്ട്രോണിക്സ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ഫീൽഡിലുണ്ടായിരിക്കണം. ഇതോടൊപ്പം തന്നെ 2 വർഷം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വേണമെന്നും പറയപ്പെടും. അടുത്ത നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ മാനേജർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സാലറി എന്ന് പറയുന്നത് 50,000 സ്റ്റാർട്ടിങ്, 1,60,000 വരെ സാലറി പോകുന്നുണ്ട്. SCക്ക് 1 വേക്കൻസി, STക്ക് വിളിച്ചിട്ടില്ല, OBCക്ക് 2 വേക്കൻസി, EWSന് 1 വേക്കൻസി, ജനറൽ കാറ്റഗറിക്ക് 4 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 8 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചറിലായിരിക്കണം, അതായത് BRK വേണം ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ 4 വർഷം എക്സ്പീരിയൻസ് വേണമെന്നും പറയപ്പെടുന്നു. അടുത്ത അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ മാനേജർ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അത് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 50,000, 1,60,000 വരെ സാലറി പോകുന്നു. ജനറൽ കാറ്റഗറിക്ക് 1 വേക്കൻസി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ടോട്ടൽ വേക്കൻസി 1 വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. MCA അഡ്മിനിസ്ട്രേഷനിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നും പറയപ്പെടുന്നുണ്ട്. ഇതാണ് സെക്ഷൻ A വിളിച്ചിരിക്കുന്നത്. ഇനി സെക്ഷൻ B എന്ന് പറയുന്നത് റെഗുലർ എക്സിക്യൂട്ടീവ് കാറ്റഗറി പോസ്റ്റാണ്. ഇതിൽ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ജനറൽ കാറ്റഗറി 1 വേക്കൻസി വെച്ചിട്ടുള്ളൂ. 50,000 സ്റ്റാർട്ടിങ്, 1,60,000 വരെ പോകുന്നുണ്ട്. BA BTech ഉണ്ടായിരിക്കണം, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് ഡൽഹിയിലായിരിക്കും. അതുപോലെ തന്നെ 35 വയസ്സിന് മുകളിൽ പോകാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് മെഡിക്കൽ വേണം. അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റാണ് രണ്ടാമത് വിളിച്ചിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 2 വേക്കൻസി ഉണ്ട്, സെയിം സാലറി തന്നെയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ 1 ഡിഗ്രി ഉണ്ടായിരിക്കണമെന്നേ പറയുന്നുള്ളൂ. ന്യൂഡൽഹിയാണ് പോസ്റ്റിംഗ് വരുന്നത്. 35 ഇയേഴ്സ് ആണ് പറയുന്നത് അപ് ടു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ
പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും വെച്ചും നെക്സ്റ്റ് സെപ്പറേറ്റ് ആപ്ലിക്കേഷനായിട്ട് വേണം അപ്ലൈ ചെയ്യണമെന്ന് പറയപ്പെടുന്നുണ്ട്. ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വേണമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. അതിനുശേഷം ഇവിടെ ഓരോന്നിൻ്റെയും ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. വർക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്, ജൂനിയർ ടെക്നിക്കൽ മാനേജർ സിവിൽ, ജൂനിയർ ടെക്നിക്കൽ മാനേജർ ഇലക്ട്രിക്കൽ. ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റിൽ അവർ സിലബസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സ്കില്ലും, അതായത് നോളജ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സ്കിൽസ്, അതുപോലെ ഇംഗ്ലീഷ് കോംപ്രഹെൻസീവ്, അതുപോലെ തന്നെ മാത്സ്, അങ്ങനത്തെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. CBT എക്സാമിൽ ചോദിക്കുന്നത്. റിലാക്സേഷൻ ഉണ്ട്. SCക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 3 വർഷത്തെ ഉണ്ട്. അതേപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഉള്ളവർക്ക് 5 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് നോക്കേണ്ടതെന്ന് പറയുന്നത് ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 100 KB മുതൽ 200 KB വരെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പെൻ വെച്ചാണ് സൈൻ ചെയ്യുക. അത് 80 KB മുതൽ 150 KB വരെ ആയിരിക്കണം സൈസ്. ഇതേപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ 10th അതുപോലെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 100 KB അപ് ടു മാക്സിമം 2 KB വരെ ആയിരിക്കണം എന്നും പറയപ്പെടുന്നുണ്ട്. ഇത് PDF ആകാം, JPG ഒക്കെ ഏത് വേണേൽ ഫോർമാറ്റിൽ വേണേലും ആകാം. ഇനി ആപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ ജനറൽ, EWC, OBC കാറ്റഗറിക്ക് 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അതുപോലെ നോൺ റീഫണ്ടബിൾ ആണ്. അതോടൊപ്പം SC ST അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റിന് ഫീസ് ഒന്നുമില്ല എന്നിവിടെ പറയുന്നത്. എക്സ്പെക്റ്റഡ് ആണ് ഫീ. അപ്പോൾ താമസിയാതെ തന്നെ എല്ലാവരും ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്യാൻ നോക്കുക. താങ്ക് യു.